എൻ്റെ മകള് 10th പഠിക്കുകയാണ്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അവളുടെ ഒരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ആ കുട്ടി വന്നിട്ടൊരു ദിവസം അമ്മയെടുത്ത് പറഞ്ഞു, "അമ്മ, മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അമ്മ ഒന്ന് കാണണം. അതിനകത്ത് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയോ ഓരോ കൊല ചെയ്യുന്നത്, ഇങ്ങനെ വലിച്ച് കീറുന്നത്, അതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ, തലയൊക്കെ ഇങ്ങനെ കൊണ്ട് അടിച്ച് അതിനെ പട്ടിയൊക്കെ ഇങ്ങനെ കടിച്ച് കീറി, അതായത് ഓരോ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ കുട്ടി അവരമ്മയോട് അവതരിപ്പിക്കുന്നത്." അപ്പോൾ അമ്മ പറഞ്ഞു, "മോളെ, ഇതൊക്കെ കൊല തന്നെയല്ലേ, ഇതിനെങ്ങനെ ബ്യൂട്ടിഫുള്ളാവുന്നതെന്ന്?" അതൊക്കെ അമ്മയ്ക്ക് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവും. അപ്പോൾ ആ കൊലയെ സൗന്ദര്യമായിട്ടാണ് പുതുതലമുറ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പക്വത എത്തുന്നതിന് മുമ്പേ ഉള്ള കുട്ടികൾ ചെയ്യുന്ന അക്രമങ്ങൾ മൊത്തം ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ചെറു കുട്ടിയായിരിക്കെ തന്നെ, അതായത് 3-4 വയസ്സുള്ള കുട്ടികൾ മൊബൈലിൽ തുടങ്ങുന്ന ഗെയിമിൽ തുടങ്ങുന്നുണ്ട് ഇത്. അതായത് നിങ്ങളൊരു ഗെയിം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്ട്രൈക്ക് ഗെയിമുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് എതിരെ ഉള്ള ആൾക്കാരെ എനിമീസായിട്ടാണ് ഇവർ കാണുന്നത്. അവരെ എങ്ങനെ കൊല്ലാം, അതാണ് ഇവരുടെ മനസ്സിൽ വരുന്നത്. അതിനെ അവർ പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കൊല്ലുക. അത് ബ്യൂട്ടിഫുൾ എന്ന പദമാണ് അവരുടെ മനസ്സിലായി. പണ്ടുള്ള തലമുറ എല്ലാം നമ്മുടെ ആൾക്കാർ പറയുന്നത് പോലെയല്ല. അതിനെ എങ്ങനെ കൊല്ലാം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. എന്നിട്ട് ആ കൊല്ലുമ്പോൾ അത് വിജയിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യം. ഇത് കുട്ടിക്കാലത്ത് തുടങ്ങുന്നു.